വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം ഇന്നലെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് എത്തിയത്. വലിയ സ്വീകരണമായിരുന്നു കേന്ദ്രമന്ത്രിക്ക് മുനമ്പത്ത് ലഭിച്ചത്. വഖഫ് നിയമം പരിഷ്കരിച്ചത്, അല്ലെങ്കിൽ വഖഫിൻ്റെ ആ കിരാത അധികാരങ്ങളെല്ലാം എടുത്തുമാറ്റി വഖഫ് നിയമം കാലോചിതമായി പരിഷ്കരിച്ചതിന് കേന്ദ്ര മന്ത്രിസഭയ്ക്ക്, പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ നന്ദി മോദി എന്ന പേരിൽ ഒരു അഭിനന്ദൻ സഭയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സഭയെ അഭിസംബോധന ചെയ്ത് കേന്ദ്രമന്ത്രി സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ മുതൽ കേന്ദ്രമന്ത്രിയുടെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണം നടത്തുകയാണ്. ഒരു കുത്തിത്തിരിപ്പ് മുനമ്പത്തുണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തി വരികയാണ്. അതായത് മുനമ്പത്തെത്തി കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ശക്തമായ ഒരു നിയമമുണ്ട്, നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് ഇനി ആ നിയമം ശക്തി പകരും, അതുകൊണ്ട് തന്നെ നിങ്ങൾ പോരാട്ടം തുടരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് വഖഫ് നിയമം ഭേദഗതി ചെയ്തതുകൊണ്ട് മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടില്ല, അതിന് നിങ്ങൾ നിയമ പോരാട്ടം നടത്തിയേ മതിയാകൂ എന്ന രീതിയിലാണ് ഇന്നലെ വളച്ചൊടിച്ചതും. BJPയും അതുപോലെ തന്നെ മറ്റ് NDA ഘടകകക്ഷികളുമെല്ലാം ഈ പറയുന്ന പോലെയുള്ള ഇടപെടലുകൾ നടത്തി അത് ഏറ്റെടുക്കാനുള്ള, അല്ലെങ്കിൽ മുനമ്പം സമരം ഏറ്റെടുക്കാനുള്ള BJPയുടെയും NDAയുടെയും ശ്രമങ്ങൾ പൊളിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളാണ്. ആദ്യമായി കേരളത്തിലെ മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു നരേറ്റീവ് ഉണ്ടാക്കുന്നത്.